മനുഷ്യ വന്യജീവി സംഘർഷം ഒരു സ്ഫോടകാത്മകമായ അന്തരീക്ഷം വനാതിർത്തികളിൽ സൃഷ്ടിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ 2 മാസക്കാലത്തെ ഗൃഹപാഠത്തിന് ശേഷം ഏറ്റവും സുപ്രധാനം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കുറെ കാര്യങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടുകൂടി നടപ്പിലാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു വർക്ക്ഷോപ്പായിട്ടാണ് ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ വന്നിട്ടുള്ള എല്ലാ ജനപ്രതിനിധികൾക്കും പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും അവരുടെ മനസ്സിൽ നിരവധിയായ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട് എന്നെനിക്കറിയാം. പക്ഷെ ഞങ്ങളിത് ആദ്യം തന്നെ ചെയ്തത് ജൂൺ ആദ്യവാരം തന്നെ വനാതിർത്തി പങ്കിടുന്ന MLA-മാരുടെ യോഗം ആദ്യം വിളിച്ചു. അവരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ചു. അതിനുശേഷമാണ് നമുക്കിതിനെ നേരിടാം എന്ന തീരുമാനത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോയത്. അതിനിട്ടിരിക്കുന്ന പേര് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, സഹജീവനം എന്നാണ്. അധ്യക്ഷൻ ഹ്രസ്വമായിട്ട് സൂചിപ്പിച്ച കാര്യങ്ങളെക്കുറിച്ചാണ്. അത് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യം ആമുഖമായി പറയാം. ഞങ്ങളിത് റിവ്യൂ ചെയ്തപ്പോൾ ജനജാഗ്രതാ സമിതികൾ രൂപീകരിച്ച് അത് ഫലപ്രദമായി പ്രവർത്തിക്കുന്ന എല്ലായിടങ്ങളിലും താരതമ്യേന മറ്റു പ്രദേശങ്ങളുമായി നോക്കുമ്പോൾ താരതമ്യേന ഇതിന്റെ ഒരു ലഘൂകരണം അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ കോൺഫ്ലിക്റ്റിന്റെ. എന്നാൽ മറ്റു പലയിടത്തും ആ തരത്തിലേക്ക് ജനജാഗ്രതാ സമിതികൾ സജ്ജമാകാത്തിടത്ത് പ്രശ്നം രൂക്ഷമായിട്ടുമുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഒരു തീരുമാനം, അങ്ങനൊരു വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചതെന്ന് ചോദിച്ചാൽ ഒരു കാര്യം പറയാം. ധാർമ്മികമായ ഉത്തരവാദിത്വം ഇതിന്റെ കാര്യത്തിൽ വനം വകുപ്പിനാണെങ്കിലും യാഥാർത്ഥ്യ ബോധത്തോടുകൂടി വിലയിരുത്തുമ്പോൾ വ്യത്യസ്ത വകുപ്പുകൾ ചേർന്നുള്ള സഹകരണം കൊണ്ട് മാത്രമേ നമുക്കിത് ഒരു പരിധിവരെ ഇതിനെ തടയാൻ സാധിക്കുള്ളൂ. അതിലേറ്റവും പ്രധാനപ്പെട്ട റോള് ഞങ്ങൾ കാണുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് അതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഞാൻ ആമുഖമായി ഇതിന്റെ ചരിത്ര പശ്ചാത്തലം 2 വ്യത്യസ്ത കാര്യങ്ങൾ പറയാം. എങ്ങനെ ഇതിലേക്ക് എത്തി എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. ചോദ്യചിഹ്നമല്ല, നമ്മുടെ കയ്യിൽ ഉത്തരവുണ്ട്. നമ്മുടെ വനത്തിന്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആദ്യമായി ഇന്ത്യ രാജ്യത്ത് രൂപീകരിക്കുന്ന ബ്രിട്ടീഷുകാരാണ്. 1865 ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് രൂപീകരിക്കുന്നത്. അന്ന് ബ്രിട്ടനിലൊരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇല്ല. ഇന്ത്യ രാജ്യത്ത് അന്ന് ജർമ്മനിയിലുണ്ടായിരുന്നു. ജർമ്മനിയിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത് തണുപ്പ് സമയത്ത് ആൾക്കാർക്ക് തണുപ്പ് ഇത് ഒഴിവാക്കാൻ വേണ്ടി മരം മുറിച്ച് കരി ഉപയോഗിക്കുന്ന ആയതും അതിനാവശ്യമായിട്ടുള്ള മരം വീണ്ടും വെച്ച് പിടിപ്പിക്കുന്നതുമായിരുന്നു അതിന്റെ ഉത്തരവാദിത്വം. അതുകൊണ്ടാണ് ആ പേരുകളൊക്കെയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തേക്ക് വന്നത്. കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ്, മരം സംരക്ഷിക്കുന്നവർ, അങ്ങനെയുള്ള ഒരു ഇതിൽ നിന്ന് തുടങ്ങിയതാണ്. അങ്ങനെ ഇന്ത്യ രാജ്യത്ത് 1865 വനം വകുപ്പ് ആരംഭിച്ചിട്ട് 1978 ആയപ്പോൾ അവർക്ക് മനസ്സിലായ ഒരു കാര്യം, അവർക്ക് തടി മുറിച്ചുകൊണ്ട് പോകണമെന്നുള്ളായിരുന്നു സാഹിബ്മാർക്ക്. അവർക്കൊരു കാര്യം മനസ്സിലായി, ഇത് നാട്ടുകാരും കയറി തടി വെട്ടുന്നു എന്നുള്ളത്. അങ്ങനെയാണ് അവർ റിസർവ് ഫോറസ്റ്റ് എന്നുള്ള പ്രഖ്യാപനം 1878 നടപ്പിലാക്കുന്നത്. അങ്ങനെ റിസർവ് ഫോറസ്റ്റ് വന്നു, നിയന്ത്രണം വന്നു. അവർക്ക് മാത്രം പോകാവുന്ന, വനം വകുപ്പിന് മാത്രം പോകാവുന്ന പ്രദേശമായി അന്നു മുതൽ ഇന്ത്യക്കാരെ വനത്തിൽ നിന്ന് അകറ്റുന്ന ഒരു സംസ്കാരത്തിന് തുടക്കം കുറിച്ചു. പിന്നെ അവരൊരു കാര്യം കൂടെ ചെയ്തു. അവർ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഉണ്ടാക്കി. ഇതുമായി ബന്ധപ്പെട്ട് രൂപത്തിലും ഭാവത്തിലും സായിപ്പുമാരല്ല, ബാക്കിയെല്ലാം അവരുടെ പ്രവർത്തനം സായിപ്പുമാരെന്താണ് ഉദ്ദേശിച്ചത് അത് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംസ്കാരത്തോടുകൂടിയാണ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എന്ന് പറയുന്ന സംഘടനയും ഉദ്യോഗസ്ഥരും വന്ന് അവരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ. 1898 ആയപ്പോൾ ഒരു പടിയൂടെ കയറി വന്യമൃഗങ്ങൾ കൂടുതലുള്ള പ്രദേശങ്ങൾ അത് ഗെയിം റിസർവുകളായി പ്രഖ്യാപിച്ചു. ഗെയിം റിസർവായി പ്രഖ്യാപിച്ചിട്ട് എന്താണ്, ആദ്യമായി വേടൻ തങ്കൻ എന്ന് പറയുന്ന തമിഴ്നാട്ടിൽ, അതിനുശേഷം പെരിയാർ അടക്കം ഗെയിം റിസർവായി പ്രഖ്യാപിച്ചപ്പോൾ അവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, നായാട്ട് അവർ നടത്തും, അവ മറ്റാരും കയറാൻ പാടില്ല. കൊന്നിടുന്ന മൃഗങ്ങൾ
വേണമെങ്കിൽ ആ മൃഗങ്ങളെ വന്ന് എടുത്തുകൊണ്ട് പോകാൻ മാത്രം ഇന്ത്യക്കാർക്ക് അതിനകത്ത് കയറാം. ഇതായിരുന്നു ഇതിന്റെ ചരിത്ര പശ്ചാത്തലം. ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നിട്ട് ആദ്യമായി ഇതിന്റെ കൺസർവേഷൻ ആവശ്യമാണ് എന്നുള്ള കാഴ്ചപ്പാട് ഇന്ത്യ രാജ്യത്ത് രൂപപ്പെട്ടത് 60കളുടെ ഒടുവിൽ ഈ നായാട്ടും, അല്ലെങ്കിൽ അതിനുശേഷം ആദ്യത്തെ നമ്മുടെ ജവഹർലാൽ നെഹ്റു മന്ത്രിസഭ വന്നപ്പോൾ, അന്ന് വ്യാവസായികവൽക്കരണത്തിന് ഏറെ പ്രാധാന്യം കൊടുത്തതുകൊണ്ട് നമ്മുടെ വനത്തിൽ നിന്നുള്ള തടി മുറിക്കാനും വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കുക എന്നുള്ളത് പ്രഖ്യാപിത നയം തന്നെയായിരുന്നു. അതങ്ങനെ പുരോഗമിച്ചു വരികയും 1960കളുടെ ഒടുവിലാണ് നമ്മുടെ വനത്തിന്റെ ശോഷണവും വന്യമൃഗങ്ങളുടെ കുറവും ബോധ്യപ്പെട്ടതും ചർച്ചയാകുന്നത്. കടുവയുടെ എണ്ണം 1000-ൽ താഴെ എത്തിയ പശ്ചാത്തലത്തിലാണ് ഇതിനെയും പ്രിസർവ് ചെയ്യണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് വന്നത്. അങ്ങനെയാണ് 1972-ൽ ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് വൈൽഡ് ലൈഫ് ആക്ട് ആദ്യമായി ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കുന്നത്. നമ്മൾ പലരും ചോദിക്കുന്നവരുണ്ട്, ഇതിന്റെ എന്തിനാ ഇതിനെ കൊന്നുകൂടാ എന്ന് ചോദിക്കുന്നത്. പ്രകൃതിയിൽ എല്ലാത്തിനും ഓരോന്നിനും ഓരോ റോളുണ്ടല്ലോ. അതിന്റെ ബാലൻസ് നിലനിർത്തേണ്ടത് ഈ നമ്മുടെ അല്ലെങ്കിൽ ഭൂമിയുടെ ആവശ്യമാണ്. അങ്ങനെ വൈൽഡ് ലൈഫ് ആക്ട് വന്നതിന് ശേഷം 1980 ആയപ്പോഴാണ് കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആക്ട് വന്നത്, അല്ലെ? ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് വന്നത്. ഇതാണ് ഒരു ഭാഗത്ത് കൺസർവേഷനിലേക്ക് പോയത്. ഇതിന്റെ ഇടയിൽ തന്നെ മറ്റൊരു ചരിത്ര പശ്ചാത്തലവും കൂടിയുണ്ട്. 1-ാം ലോക മഹായുദ്ധത്തെ തുടർന്ന് നാട്ടിലാകെ കൊടും പട്ടിണി നിലനിന്നിരുന്ന ഒരു പശ്ചാത്തലത്തിൽ 1920-ൽ തിരുവിതാംകൂർ മഹാരാജാവിന്റെ രാജവിളംബരത്തിൽ കൂടിയാണ് പട്ടിണി മാറ്റാൻ വേണ്ടി നിങ്ങൾ പോയി കൃഷി ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്നുള്ളവരെ മലയോര മേഖലയിലേക്ക് വിടുന്നത്. രാജവിളംബരം മാത്രമല്ലായിരുന്നു, അവർക്ക് 500 രൂപ കൊടുത്തു, 5 ഏക്കർ സ്ഥലം വാഗ്ദാനം ചെയ്തു, 5 കിലോ അരി സൗജന്യമായും കൊടുത്തു. എന്നിട്ട് ഇവിടുന്ന് രാജവിളംബരം നടത്തി നിങ്ങൾ പോയി മലയോര മേഖലയിലേക്ക് പോയി കൃഷി ചെയ്യുക എന്ന് പറഞ്ഞാൽ കർഷകരെ ഇന്നും നമ്മൾ ബഹുമാനത്തോടുകൂടി തന്നെ കാണേണ്ടതാണ്. നമ്മുടെ ഭക്ഷണ ആവശ്യങ്ങൾ നിറവേറ്റുന്ന അവരാണ്. ഒരു ഭാഗത്ത് ബ്രിട്ടീഷുകാർ ഒഴിവാക്കുന്ന നീക്കം നടക്കുമ്പോൾ മറുഭാഗത്ത് ഈ മേഖലയിലേക്ക് നമ്മുടെ രാജവിളംബരം വഴി അങ്ങനെ 1920-ൽ ആദ്യമായി ഇടുക്കിയിലെ ഉപ്പുതറയിൽ ആദ്യത്തെ കുടിയേറ്റം നടക്കുന്നു. ആദ്യത്തെ കുടിയേറ്റം നടക്കുമ്പോൾ എന്താണ് സംഭവിച്ചത്? അവിടെ ചെല്ലുമ്പോൾ 90% ആൾക്കാരും മരണപ്പെട്ടു. അന്നത്തെ പ്രതികൂലമായ സാഹചര്യം, വന്യമൃഗങ്ങളുടെ ആക്രമണം, ഇതിനെ ഒന്നും അതിജീവിക്കാൻ സാധിക്കാതെ 90% ആൾക്കാർ മരണപ്പെടുകയാണ് ഉണ്ടായത്. പക്ഷേ നമ്മൾ രാജവിളംബരം വഴി അങ്ങോട്ട് പോയി. 30-ഉം 40-ഉം 50-കളിൽ വന്നപ്പോൾ പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ നിന്ന് മീനച്ചിലാറിന് സമീപമുള്ള ഒരു വലിയ ജനവിഭാഗം ഇതിൽ നിന്ന് പ്രോത്സാഹിപ്പിക്കപ്പെട്ട് അവർ മലബാർ മേഖലയിലേക്കും കടന്നു ചെന്ന് അവിടെയാണ് ഈ പറഞ്ഞതുപോലെ കൃഷി ഇറക്കിയത്. 2 സംസ്കാരങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ഒഴിവാക്കൽ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അങ്ങോട്ടേക്ക് കടന്നു ചെല്ലുന്നത് മറുഭാഗത്തുനിന്ന് നമ്മൾ തന്നെ പ്രോത്സാഹിപ്പിച്ചു. ആ നിലയിലേക്ക് കർഷകൻ, ഇന്ന് നമുക്ക് കർഷകനെ സല്യൂട്ട് ചെയ്തല്ല പറ്റുമോ? പക്ഷെ ഇവിടെ തുടങ്ങിയ ക്ലാഷാണ് ഇന്ന് നിയന്ത്രണമില്ലാത്ത നിലയിലേക്ക് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്.